വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഞാൻ നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ലൊരു സായനം ആശംസിക്കുന്നു. നിരവധി വാർത്തകൾ ഉള്ള ഒരു ദിവസമാണ്. നമുക്കറിയാം, ഡൽഹി സ്ഫോടനം, അതിന്റെ ഞെട്ടൽ മാറിയിട്ടില്ല. അതിൽ അന്വേഷണം ഉൾപ്പെടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി ഭൂട്ടാനിൽ നിന്ന് തിരിച്ചെത്തിയിരിക്കുന്നു. അങ്ങനെ നിരവധി വാർത്തകളുണ്ട്. വിശദമായി തന്നെ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നവംബർ 10 6:52 ഉണ്ടായ ഡൽഹി സ്ഫോടനത്തിന്റെ നടുക്കം നമ്മളെ വിട്ടു പിരിഞ്ഞിട്ടില്ല. 13 മരണമൊക്കെ അതിൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വളരെ വേഗത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. കുറ്റക്കാരെ കണ്ടുപിടിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ ലക്ഷ്യമെന്ത്, അവർക്ക് പിന്നിൽ ആര് തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം NIA കേസന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. 10 അംഗ സംഘം SIT രൂപീകരിച്ചിരിക്കുകയാണ് NIA. അത് വിജയ് സാഖറെയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ അന്വേഷണ സംഘമാണ് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. അവർ ഡൽഹി പോലീസിൽ നിന്നും കശ്മീർ പോലീസിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതിനോടകം ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ NIAക്ക് കൈമാറിയിരിക്കുകയാണ്. ഇനി NIA ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക. എന്തായാലും കുറെ ആളുകളിലേക്ക് ഇതിനോടകം തന്നെ അന്വേഷണം എത്തുന്നത് നമ്മൾ കണ്ടു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. ഈ സ്ഫോടനം ഉണ്ടായി കഴിഞ്ഞ് പ്രധാനമന്ത്രി ആദ്യ മണിക്കൂറിൽ തന്നെ ഇതിനെ അനുശോചിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് ഭൂട്ടാനിലേക്ക് പോയി. അവിടെ നിന്ന് ഇന്ന് അദ്ദേഹം തിരിച്ചെത്തി. അദ്ദേഹം ഈ LNJP ആശുപത്രിയിലേക്കാണ് എത്തിയത്. LNJP ആശുപത്രിയിൽ പരിക്കേറ്റവരെ പ്രധാനമന്ത്രി സന്ദർശിച്ചു, അവരെ ആശ്വസിപ്പിച്ചു. പ്രധാനമന്ത്രി ഓരോരുത്തരെയും അവരുടെ അടുത്തെത്തി കാണുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഭൂട്ടാനിൽ നിന്ന് എത്തിയ പ്രധാനമന്ത്രി നേരെ LNJP ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു. അവിടെ ആ പരിക്കേറ്റ് കിടന്ന ഓരോരുത്തരെയും അദ്ദേഹം ആശ്വസിപ്പിക്കുകയും അവരെ സാന്ത്വനിപ്പിക്കുകയും ചെയ്തു. ഇരകൾക്ക് നീതി ലഭിക്കുമെന്നും ഗൂഢാലോചനക്കാരെ ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നുമാണ് പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ അഗാധമായ ദുഃഖം ഭൂട്ടാനിലായിരുന്നപ്പോൾ രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി ഇതിന് ഉത്തരവാദികളായവരെയെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന ഉറപ്പ് നൽകിയിരുന്നതാണ്. അദ്ദേഹം ഇപ്പോൾ അത് വീണ്ടും ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം അല്പസമയത്തിനകം ചേരും. സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിതല ഉപസമിതിയുടെ യോഗമാണ് ചേരുന്നത്. 5:30 ഈ യോഗം ആരംഭിക്കുക. ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ മാത്രവുമല്ല, ഈ ടെറർ മൊഡ്യൂളുകൾ ഈ രീതിയിൽ സജീവമാകുന്നതുൾപ്പെടെയുള്ള സാഹചര്യങ്ങളും അതിന്റെ സാധ്യതകളും അത് തടയുന്നതിനാവശ്യമായ നടപടികൾ തുടങ്ങി നിരവധി വിഷയങ്ങൾ ചർച്ചയാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരം ഒരു നിർണായക യോഗമാണ് ഡൽഹിയിൽ നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ സ്ഫോടനമുണ്ടായ ആദ്യ മണിക്കൂറുകളിൽ തന്നെ അമിത്ഷാ LNJP ആശുപത്രിയിലെത്തുന്നു. പിന്നീട് സംഭവസ്ഥലം സന്ദർശിക്കുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിരവധി ഉന്നതതല യോഗങ്ങൾ ചേർന്നത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം പ്രധാനമന്ത്രിയുമായി സംസാരിക്കുകയും കാര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയും കൂടുതൽ ഉന്നതതല യോഗങ്ങൾ ചേരുകയും എന്താണ് ഇനി ഇതിൽ സ്വീകരിക്കേണ്ടത് എന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയുമാണ്. വൈറ്റ് കോളർ മൊഡ്യൂളുകൾ വളരെ സജീവമാണ് എന്നത് ഇപ്പോൾ നമ്മളുടെ ശ്രദ്ധയിലേക്ക് വന്നിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അതിനെ നിർമ്മാർജ്ജനം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെ വേണം എന്നതൊക്കെയുള്ള കാര്യങ്ങളാണ് വിശദമായി അവിടെ ചർച്ചയ്ക്ക് വരിക. എന്തായാലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാണ് ഈ സ്ഫോടനത്തിന് ശേഷം ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇനി ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്നൊക്കെ പല വിധത്തിലുള്ള സോഴ്സുകളിൽ നിന്നൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. ആദ്യം ഇതൊരു ചാവേർ ആക്രമണമാണ് എന്ന് സംശയിച്ചിരുന്നുവെങ്കിൽ അതൊരു ചാവേർ ആക്രമണമല്ല എന്ന് ഇപ്പോൾ അന്വേഷണ സംഘം ഏതാണ്ട് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. മാത്രവുമല്ല, രാജ്യത്താകമാനം വലിയ രീതിയിലുള്ള പരിശോധനകളും
സെർച്ചുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി ഫരീദാബാദിലെ തന്നെ അൽ ഫലാഹ് സർവകലാശാല കേന്ദ്രീകരിച്ച് അന്വേഷണം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഈ അൽ ഫലാഹ് സർവകലാശാലയിൽ വലിയ രീതിയിലുള്ള പരിശോധനകൾ ഇപ്പോഴും നടന്നുവരികയാണ്. ഇവിടുത്തെ പള്ളിയിലെ പുരോഹിതനെ ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ പുരോഹിതൻ ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ വ്യക്തിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ശ്രീനഗർ സ്വദേശിയായ മുഹമ്മദ് ഇഷ്താഖാണ് കസ്റ്റഡിയിലായിരിക്കുന്നത്. ഏതാണ്ട് സർവകലാശാലയെ 70 പേരെ ചോദ്യം ചെയ്തതായുള്ള വിവരമുണ്ട്. ഈ സർവകലാശാലയിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ വ്യാപക പരിശോധനയാണ് ഈ സർവകലാശാല കേന്ദ്രീകരിച്ചും രാജ്യത്തിന്റെ പല ഭാഗത്തും നടന്നുവരുന്നത്. കശ്മീരിൽ ഈ സ്ഫോടനമുണ്ടാകുന്ന ദിവസങ്ങളിൽ ഫരീദാബാദിലും മറ്റിടങ്ങളിലും ഒക്കെ നടന്ന റെയ്ഡ് നമുക്കറിയാം. അതുതന്നെയാണ് ഈ സ്ഫോടനത്തിലേക്ക് നയിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകവും. കശ്മീർ കേന്ദ്രീകരിച്ചും ഇപ്പോൾ വലിയ രീതിയിലുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്, റെയ്ഡുകൾ നടക്കുന്നുണ്ട്. നൂറുകണക്കിന് ആളുകളെ, സംശയമുള്ളവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന വിവരങ്ങൾ വരുന്നു. അപ്പോൾ വലിയ രീതിയിൽ ഈ സംഭവം ഈ രീതിയിൽ വലിയ ജാഗ്രതയിലേക്ക്, വലിയ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക്, തെരച്ചിലിലേക്കൊക്കെ അന്വേഷണ സംഘങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ചാവേർ ആക്രമണമല്ല എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് കൂടി അന്വേഷണ സംഘം എത്തുകയാണ്. ഇന്ന് വളരെ നിർണായകമായ ഒരു CCTV ദൃശ്യം പുറത്തു വന്നു. അത് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ടതാണ്. ഈ സ്ഫോടനം നടക്കുന്ന സമയത്തെ CCTV ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് വളരെ കുറച്ച് സെക്കൻഡുകൾ മാത്രമുള്ളതാണ്. ആ സ്ഫോടനത്തിന് ശേഷം CCTV പ്രവർത്തനരഹിതമാകുന്ന സാഹചര്യമാണുള്ളത്. അത് നമുക്ക് വളരെ വ്യക്തമാണ്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ആ CCTV ദൃശ്യങ്ങളാണ്. റെഡ് സിഗ്നൽ, അവിടെ വലിയൊരു ബ്ലാസ്റ്റ് ഉണ്ടാകുന്നു. പിന്നീട് ആ CCTVകൾ നിശ്ചലമാവുകയാണ്. 13 മനുഷ്യരുടെ ജീവനെടുത്ത ആ നടുക്കുന്ന സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ സ്ഫോടനം നടന്ന നിമിഷം. ഇത് ഒരു ചാവേർ ആക്രമണമല്ല എന്ന ഒരു നിരീക്ഷണത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുകയാണ്. 2 സാധ്യതകളാണ് ഇപ്പോൾ പ്രധാനമായും പറഞ്ഞു കേൾക്കുന്നത്. അത് ഒന്ന്, ഈ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുന്നു. ഡൽഹി പോലീസിന്റെയും മറ്റും നേതൃത്വത്തിൽ നടന്ന റെയ്ഡുകൾ, ഫരീദാബാദിൽ നിന്ന് സംഘാംഗങ്ങളെയൊക്കെ പിടികൂടുന്ന വാർത്ത ഈ ഉമർ നബി അറിഞ്ഞു. അയാൾ പരിഭ്രാന്തനായി. അങ്ങനെ പരിഭ്രാന്തനായ ഉമർ നബി ഈ വാഹനവുമായി പുറപ്പെടുന്നു. അബദ്ധത്തിൽ സ്ഫോടനമുണ്ടായി. വലിയ സ്ഫോടക വസ്തു ശേഖരം ഉണ്ടായിരുന്നു ആ കാറിൽ. അത് അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചതാകാം എന്നതാണ് ഒരു നിഗമനം. മറ്റൊന്ന്, രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ ഉമർ നബി നടത്തുന്നു. പക്ഷേ ഒരു തരത്തിലും രക്ഷപ്പെടില്ല എന്നൊരു ബോധ്യത്തിലേക്ക് ഉമർ നബി എത്തുന്നു. അങ്ങനെ അവസാന നിമിഷം ഇനി രക്ഷപ്പെടില്ല എന്നുറപ്പിക്കുമ്പോൾ സംഭവിച്ച ഫിയാദീൻ ആക്രമണമായിരിക്കാം ഇത് എന്നതാണ് മറ്റൊരു നിഗമനം. ചാവേർ ആക്രമണമാണെങ്കിൽ അത് വളരെ കരുതലോടും വളരെ കൃത്യതയോടും കൂടി നടത്തുന്ന ആക്രമണങ്ങളാണ്. ചാവേറുകളാകാൻ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കാലങ്ങളുടെ ട്രെയിനിങ് നൽകും. ചാവേർ ആക്രമണങ്ങളിലൂടെ ഇത്തരം തീവ്രവാദ സംഘടനകൾ മാക്സിമം ഡാമേജ് ഉണ്ടാക്കുക എന്ന ശ്രമം ആയിരിക്കും നടത്തുക. തന്ത്രപ്രധാന സ്ഥലങ്ങൾ തെരഞ്ഞെടുത്ത് അവിടങ്ങളിൽ ആക്രമണം നടത്തുക എന്നതാണ് ചാവേർ ആക്രമണങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഈ മോഡസ് ഓപ്പറാൻഡി ആ തരത്തിലുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ചാവേർ ആക്രമണമല്ല എന്നതാണ് കരുതുന്നത്. അപ്പോൾ വലിയ രീതിയിൽ സംഘാംഗങ്ങളെ പിടികൂടുന്ന വിവരം ഉമർ നബി അറിയുന്നു. അത് ഉമർ നബിയെ അസ്വസ്ഥനാക്കുന്നുണ്ട്. ഈ വലിയ രീതിയിലുള്ളൊരു സ്ഫോടനത്തിന് ഇവർ പദ്ധതിയിട്ടിരുന്നു. അതിനുവേണ്ടിയാണ് ഈ വാഹനങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുകയും മറ്റും ഒക്കെ ചെയ്തത്. ഈ സ്ഫോടനമുണ്ടാക്കിയ i20 കാറ് ഒക്ടോബർ 29-ന് ഉമർ നബിയുടെ കൈയിൽ എത്തിയതിനു ശേഷം അന്ന് തന്നെ പുക പരിശോധന നടത്തുന്നുണ്ട്. അതിനുശേഷം ഈ ഫരീദാബാദിലെ മെഡിക്കൽ കോളേജിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ 12 ദിവസത്തോളം ഈ കാർ ഇട്ടിരിക്കുകയാണ്. ആ കാർ അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. അവിടെ നിന്ന് അറസ്റ്റിലായ ഒരു ഡോക്ടറുടെ സ്വിഫ്റ്റ് ഡിസയർ കാറിന് സമീപം തന്നെയാണ് ഈ കാർ നിർത്തിയിട്ടിരുന്നത്. പിന്നീട് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ
അന്വേഷണ സംഘത്തിന്റെ പിടിയിലായി എന്ന വിവരം അറിയുമ്പോഴാണ് ഉമർ നബി ഈ കാറുമായി അവിടെ നിന്ന് പുറപ്പെടുന്നത്. ആ കാറുമായി പുറപ്പെട്ട ഉമർ നബി ഡൽഹിയിലേക്ക് എത്തുന്നു. കൊണാട്ട് പ്ലേസിലും മറ്റുമൊക്കെ ആ കാറുമായി എത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ ഡൽഹിയിൽ പലയിടങ്ങളിലും സഞ്ചരിച്ച് ഒടുക്കം നമ്മൾ ഏറ്റവും അവസാനം ഈ വാഹനം ഐഡന്റിഫൈ ചെയ്യുന്ന പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് എത്തിക്കുകയാണ്. ആ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക്, ചാന്ദിനി ചൌക്കിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഏതാണ്ട് 3 മണിക്കൂറാണ് ഈ വാഹനം നിർത്തിയിട്ടിരുന്നത്. ഈ 3 മണിക്കൂറും ഉമർ നബി ആ വാഹനത്തിനുള്ളിൽ തന്നെ ഇരുന്നു, പുറത്തുപോലും ഇറങ്ങാതെ ആ വാഹനത്തിനുള്ളിൽ തന്നെ സമയം ചെലവഴിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അതിനുശേഷമാണ് പിന്നീട് ഈ വാഹനം സ്ഫോടനം നടന്ന ഇടത്തേക്ക് കൊണ്ടുവരികയും 6:52 സ്ഫോടനം ഉണ്ടാവുകയും ചെയ്യുന്നത്. ഒരു പക്ഷേ ഏറെ നേരം പാർക്കിങ്ങിലും മറ്റുമൊക്കെ ഇത് ഓണാക്കി ഇട്ടിരുന്നതാണോ എങ്ങനെയാണെന്ന് അറിയില്ല. അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ ഇതിലുള്ള സ്ഫോടക വസ്തുക്കൾ അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചതാണോ എന്ന ഒരു സംശയമാണ് ഒരു ഭാഗത്തുള്ളത്. അല്ലെങ്കിൽ ഇനി രക്ഷയില്ല എന്നത് കണ്ട് മറ്റ് സാങ്കേതികത്വമൊന്നും ഉപയോഗിക്കാതെ ഒരു സ്ഫോടനത്തിന് അയാൾ ശ്രമിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ 2 സാധ്യതകളാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും വലിയ സ്ഫോടനങ്ങൾക്കാണ് ഈ സംഘം പദ്ധതിയിട്ടത് എന്നതാണ് കരുതുന്നത്. ഡൽഹിയിലെ തന്നെ ചരിത്രപ്രധാനമുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ ആഘാതമുണ്ടാക്കുന്ന സ്ഫോടനങ്ങൾ നടത്തുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നാണ് മനസ്സിലാക്കുന്നത്. ഫരീദാബാദിൽ ഇവർ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ച 2000 കിലോയിലധികം സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ച ഇടങ്ങളിലേക്ക് മാധ്യമങ്ങൾ എത്തുന്നുണ്ട്. വളരെ വലിയ പാടത്തിന് നടുവിലെ ഒറ്റപ്പെട്ട ഒരു വീട്ടിലാണ് അവർ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചിരുന്നത്. അങ്ങനെ വളരെ ആസൂത്രിതമായി നടത്തിയ ഓപ്പറേഷനാണ്. വലിയ ആഘാതമുണ്ടാക്കുന്ന സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ടതാണ്. അന്വേഷണ ഈ റെയ്ഡിലും മറ്റും ഇവരുടെ പ്ലാൻ പൊളിയുകയും പിന്നീട് അത് ഈ നിലയിൽ അവസാനിപ്പിക്കുകയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ആഘാതം കുറഞ്ഞു എന്ന ഒരു ആശ്വാസമാണ് ഒരു ഭാഗത്തുള്ളത്. അപ്പോൾ ഈ വനിതാ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ ശ്രീനഗറിൽ വെച്ചാണ് ഈ പുരോഹിതനെ മീറ്റ് ചെയ്യുകയും ആ പുരോഹിതൻ ഇവരെ റാഡിക്കലൈസ് ചെയ്യുകയും ചെയ്തു എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. നിരവധി പേരെ ഈ സംഘത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഉപകരണമായി ഈ വനിതാ ഡോക്ടർമാരെ ഉൾപ്പെടെ ഉപയോഗിച്ചിരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ വളരെ വിപുലമായ ഒരു സംഘമാണ്. ഇതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, എവിടെ നിന്നൊക്കെ സഹായം ലഭിച്ചിട്ടുണ്ട്, ആരൊക്കെ ഇതിന് നേതൃത്വം നൽകുന്നുണ്ട്, മറ്റേതെങ്കിലും ഭീകര സംഘടനകളുടെ ഉപകേന്ദ്രമായിട്ടാണോ ഈ മൊഡ്യൂൾ വർക്ക് ചെയ്തത് തുടങ്ങി നിരവധി കാര്യങ്ങളും ചോദ്യങ്ങളുമുണ്ട്. ഇതൊക്കെ കണ്ടെത്തേണ്ടുന്നതിന്റെ വലിയ അന്വേഷണം ആവശ്യമായി വരുന്ന ഒരു സാധ്യതയും സാഹചര്യവുമുണ്ട്. വൈറ്റ് കോളർ ടെറർ മൊഡ്യൂളുകൾ എന്തായാലും സജീവമാണ്. അവർ വളരെ സ്വീകാര്യരായ ഉന്നത ഉദ്യോഗസ്ഥരായ സമൂഹത്തിൽ അങ്ങനെ സാധാരണ മനുഷ്യർക്കിടയിൽ ഇടപഴകിക്കൊണ്ട് അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നു എന്നതിന്റെ വലിയൊരു ഉദാഹരണമാണ് ഡൽഹി സ്ഫോടനത്തിലൂടെ നമ്മളുടെ മുന്നിലേക്ക് മറനീക്കി വരുന്ന വിവരം. ഇത്തരം കേന്ദ്രങ്ങളെ പാടെ നശിപ്പിക്കുക എന്നതാണ് ഇനി ചെയ്യേണ്ടത്. അതിനുള്ള അന്വേഷണത്തിലേക്കും നടപടികളിലേക്കും കാര്യങ്ങൾ നീങ്ങട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഇന്നലെ നമ്മുടെ വൈകുന്നേരം സമയത്താണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായക അറസ്റ്റ് ഉണ്ടാകുന്നത്. എൻ വാസുവിന്റെ അറസ്റ്റിന് ശേഷം കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്നതിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എൻ വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ അത് തട്ടിപ്പ് നടന്നത് ദേവസ്വം ബോർഡിന്റെ അറിവോടെയാണ് എന്ന കൃത്യമായ നിരീക്ഷണങ്ങൾ കൂടി അതിൽ വരുന്നു. അത് ആ സമയത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കൂടി കുരുക്ക് മുറുക്കുന്ന തരത്തിലേക്കുള്ളതാണ്. അപ്പോൾ പത്മകുമാറിന്റെ അറസ്റ്റും ഉടൻ ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഇത് ഉയർത്തുന്നത്. നേരത്തെ തന്നെ പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന വിവരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് സാധ്യത കുറച്ചുകൂടി വർദ്ധിച്ചിരിക്കുകയാണ്. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം അന്വേഷണ സംഘം തുടങ്ങിയിട്ടുണ്ട് എന്ന വിവരമാണ് വരുന്നത്. വീണ്ടും ചോദ്യം ചെയ്യാൻ പത്മകുമാറിനെ അന്വേഷണ സംഘം വിളിപ്പിച്ചിട്ടുണ്ട് എങ്കിലും
പത്മകുമാർ സാവകാശം തേടിയിരിക്കുന്നു എന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഈ റിമാൻഡ് റിപ്പോർട്ട് തന്നെയാണ് പത്മകുമാറിന് ഏറ്റവും വലിയ കുരുക്കാകാൻ പോകുന്നത്. എൻ വാസു സ്വർണം ചെമ്പാണ് എന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡിന്റെ അറിവോടെ എന്നാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. സ്വർണം പൂശി എന്ന പരാമർശം അന്ന് ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്ന എൻ വാസു മനഃപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു. അത് ബോർഡിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നതാണ് ഇപ്പോൾ വെളിവാകുന്നത്. ഈ ബോർഡിന്റെ പങ്ക് വ്യക്തമാക്കിയാണ് റിമാൻഡ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ദേവസ്വം ഉദ്യോഗസ്ഥർ, ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ എന്നിവരുടെ മൊഴികൾ എൻ വാസുവിന് എതിരായിരുന്നു എന്ന് നമുക്കറിയാം. പോറ്റിയുടെ മൊഴികളും എതിരായിരുന്നു. ഇപ്പോൾ ഇവരുടെ മൊഴിയിൽ വാസുവിന്റെ പങ്ക് എന്താണെന്ന് വ്യക്തമായിരിക്കുന്നു. വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ അതിൽ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പങ്ക് എന്താണ് എന്നും വ്യക്തമാകുന്നു. അപ്പോൾ ഇതിൽ ഉൾപ്പെട്ട കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം നീങ്ങാനുള്ള സ്വാഭാവികമായ സാഹചര്യം എത്തിയിരിക്കുകയാണ്. കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന സൂചനകളാണ് ഇത് നൽകുന്നത്. ഈ കട്ടിളപ്പാളിയിൽ സ്വർണം പൂശിയിട്ടുണ്ട് എന്ന വിവരം വാസുവിന് അറിയാമായിരുന്നു. പക്ഷേ അത് അറിഞ്ഞു വെച്ചിട്ടും സ്വർണം പൂശി എന്ന പരാമർശം ഒഴിവാക്കി അത് ചെമ്പ് പാളിയാക്കി മാറ്റുകയാണ് ചെയ്തത്. അതിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. ആ ഗൂഢാലോചനയിൽ എൻ വാസു ഒറ്റയ്ക്കല്ല, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുണ്ട് എന്നതിന്റെ സൂചനകളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്. അത് സ്വർണം ചെമ്പാക്കി മാറ്റിയത് ഒരു അബദ്ധമല്ല. എൻ വാസു മാധ്യമങ്ങളിലൂടെയും മറ്റും പ്രതികരിച്ച് നടത്തിയ ഒരു അബദ്ധമല്ല, ഉദ്യോഗസ്ഥർ ചെയ്ത അബദ്ധം എന്ന നിലയിലാണ് എൻ വാസു അക്കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നതെങ്കിൽ അതൊരു അബദ്ധമല്ല, വാസുവിന് തന്നെ ബോധ്യമുണ്ടായിരുന്ന കാര്യമാണ്. അത് തിരുത്തിയത് മനഃപൂർവ്വമാണ് എന്നതാണ് ഇപ്പോൾ വെളിവാകുന്നത്. ഇനി കൂടുതൽ അറസ്റ്റിനുള്ള സാധ്യതയാണ് നിൽക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിന്റെ അറസ്റ്റ് ഉണ്ടാകും എന്നതാണ്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു, പക്ഷേ അദ്ദേഹം മാറി നിൽക്കുകയാണ്. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ ആ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, പത്മകുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. വിവരങ്ങൾ തേടിയിരുന്നു. ഒരുപക്ഷെ പങ്കുണ്ട്, ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടെങ്കിൽ ആ വഴിക്കും കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അക്കാലയളവിലെ സെക്രട്ടറിമാർ, ഉദ്യോഗസ്ഥർ, മറ്റ് ജീവനക്കാർ എന്നിവരുടെ മൊഴികളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ വിപുലമായ വിവരശേഖരണമാണ് ഇപ്പോൾ SITയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഇത് പൂർത്തിയായ ശേഷം പത്മകുമാർ അടക്കമുള്ള ബോർഡ് അംഗങ്ങൾക്കെതിരെയുള്ള നടപടികളിലേക്ക് കടക്കുന്നു എന്നതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ചില ഇടനിലക്കാരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നു എന്ന വിവരമുണ്ട്. മറ്റു ചില ഉദ്യോഗസ്ഥരുടെ അറസ്റ്റും ഉടൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ലഭ്യമാകുന്ന വിവരം. അപ്പോൾ വലിയ രീതിയിൽ രാഷ്ട്രീയമായി കൂടി ഈ വിഷയം മാറുകയാണ്. രാഷ്ട്രീയ നീക്കം കൂടുതൽ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. ഇന്ന് കോൺഗ്രസിന്റെ KPCCയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ചുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റ് മാർച്ചിൽ എന്താണോ ഈ ശബരിമല വിഷയം, ഇനി എങ്ങനെയാണോ UDF ഈ വിഷയം ഉപയോഗിക്കാൻ പോകുന്നത് എന്നതിന്റെ ഒരു പ്രതിഫലനം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇത് RSS, CPM-ഉം BJP-യും തമ്മിലുള്ള ഗൂഢാലോചന എന്ന നിലയിൽ കൂടി അവതരിപ്പിക്കുകയാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്. കാരണം BJP ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ CPM BJP ബാന്ധവം ഈ വിഷയത്തിലുണ്ട്, BJPയുടെ മൗനം അത് സൂചിപ്പിക്കുന്നു എന്ന് കാണിക്കുന്നത്. വലിയ രീതിയിൽ കോൺഗ്രസ് ഈ വിഷയം ഉന്നയിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സർക്കാർ ഉപയോഗിച്ചു എന്നതുൾപ്പെടെയുള്ള വലിയ ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാൽ നടത്തി. നമുക്ക് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചും ഒപ്പം തന്നെ നേതാക്കളുടെ പ്രതികരണവും കേൾക്കാം. നമുക്കറിയാം, ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് ഒറ്റ കാര്യത്തിൽ മാത്രം ഊന്നിയാൽ മതി. ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതിപ്പോഴും വെളിച്ചത്ത് വരുമായിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ് പൊതുസമൂഹത്തിന് മുന്നിലുള്ള ചോദ്യം. ദേവസ്വം ബോർഡിന് പേരുണ്ടായിരിക്കാം,
പക്ഷേ അത് സാധാരണ കോർപ്പറേഷനും ബോർഡും പോലെയുള്ള ഒരു ബോർഡായിട്ട് മിസ്റ്റർ പിണറായി വിജയ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ദേവസ്വം ബോർഡ് സംതിങ് ഡിഫറെന്റ് ദാൻ അതർ ബോർഡ്. മറ്റു ബോർഡുകളിൽ നിങ്ങൾ ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നുണ്ട്, ആവശ്യത്തിന് കമ്മീഷൻ ഉണ്ടാക്കാനുള്ള വേദിയാക്കി മറ്റു ബോർഡുകളെ മാറ്റുന്നുണ്ട്. കമ്മീഷൻ ഉണ്ടാക്കാനുള്ള വേദിയാക്കി മറ്റു ബോർഡുകളെ മാറ്റുന്ന നിങ്ങൾ ദേവസ്വം ബോർഡിനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസികൾ അവരുടെ വിശ്വാസ പ്രമാണങ്ങളെല്ലാം സമർപ്പിക്കപ്പെടുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കേണ്ട ഒരു ബോർഡിനെ നിങ്ങൾ രാഷ്ട്രീയ ഉദ്ദേശം വെച്ച് നടപ്പിലാക്കിയതിന്റെ പരിണിത ഫലമാണ് വിശ്വാസികളുടെ നെഞ്ചത്ത് മുറിവേറ്റ ഏറ്റവും വലിയ ഈ അന്താരാഷ്ട്ര ബന്ധമുള്ള സ്വർണ്ണ കള്ളക്കടത്തുണ്ടായിരിക്കുന്നത്. അപ്പോ കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും വെളിച്ചത്തേക്ക് വരില്ല എന്ന കാര്യമാണ് കോൺഗ്രസ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിൽ BJP മൗനം പാലിക്കുന്നതിനെ ചോദ്യം ചെയ്യുന്നു. BJPയും CPMഉം തമ്മിലുള്ള ബാന്ധവുമാണ് ഇത് എന്ന നിലയിൽ ആ വിഷയത്തെ അവതരിപ്പിക്കുകയും ചെയ്യുകയാണ് കോൺഗ്രസ്. ഇനി അങ്ങോട്ട് ഈ വിഷയം കൂടുതൽ ആളിക്കത്തിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന്റെ തുടക്കം കൂടിയാണ്. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂട് പിടിച്ചു തുടങ്ങുന്ന ഘട്ടമാണ്. അപ്പോഴാണ് ഇന്നലെ എൻ വാസുവിന്റെ നിർണായകമായ അറസ്റ്റ് ഉണ്ടാകുന്നത്. ഇതുവരെ ഉദ്യോഗസ്ഥ തലങ്ങളിൽ മാത്രം നടന്നിട്ടുള്ള നടപടി രാഷ്ട്രീയ നിയമനം നേടിയ എൻ വാസുവിലേക്ക് കൂടി എത്തുമ്പോൾ അത് CPMനെ അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കുന്നതാണ്. അന്വേഷണത്തിന്റെ വഴിക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനാണ് ഇപ്പോൾ നേതാക്കൾ ശ്രമിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇന്നലെ ആ രീതിയിൽ ഒറ്റവാചകത്തിൽ മറുപടി പറഞ്ഞ് ഒഴിഞ്ഞുമാറാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. പക്ഷേ അതിനപ്പുറം രാഷ്ട്രീയ നിയമനങ്ങൾ നേടിയ അതും ഏറെ വിശ്വസ്തരായവരുടെ ഒത്താശയോടുകൂടിയാണ് ഈ വലിയ കൊള്ള ശബരിമലയിൽ നടന്നിരിക്കുന്നത് എന്നത് വ്യക്തമാകുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് കോടതി ഇടപെടലിൽ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഇനിയും കൂടുതൽ ആളുകളിലേക്ക് അത് എത്തുമോ എന്ന വലിയ ആശങ്ക CPMനെ സംബന്ധിച്ചുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അവരെ പ്രതിസന്ധിയിലാക്കുന്നതാണ്. അയ്യപ്പ സംഗമം നടത്തി വിശ്വാസികളുടെ വിശ്വാസം ആർജിച്ച് നിൽക്കുന്ന ഘട്ടത്തിലാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള CPMനെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നത്, വലിയ പ്രതിസന്ധിയായിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് ഒരു വലിയ വിഷയമായി തന്നെ നിലനിൽക്കുകയും അത് ഒരുപക്ഷെ വിധി നിർണ്ണയിക്കുന്ന ഘടകങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് തിരിച്ചെത്താം. ജാത്യധിക്ഷേപം നടത്തിയെന്ന അംഗങ്ങൾ ഒരു ഭാഗത്തും പങ്കെടുപ്പിക്കണമെന്നാവശ്യപ്പെട്ട് BJP അംഗങ്ങൾ ഒരു ഭാഗത്തും നിലയുറപ്പിച്ചു. വലിയ നാടകീയ സംഭവങ്ങളിലേക്ക് ഇത് എത്തി. ഈ ആരോപണ വിധേയയായ CN വിജയകുമാരി ഇന്ന് ഈ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാനെത്തിയതോടുകൂടിയാണ് പ്രശ്നം വഷളായത്. CPM BJP അംഗങ്ങൾ തമ്മിൽ വലിയ വാക്കേറ്റത്തിന് ഇത് കാരണമായി. CN വിജയകുമാരിയെ പുറത്താക്കണമെന്ന ആവശ്യമാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉന്നയിച്ചത്. സെനറ്റ് യോഗത്തിൽ നിന്ന് വിജയകുമാരിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്ലക്കാർഡ് ഉയർത്തിയാണ് ഇടതംഗങ്ങൾ പ്രതിഷേധിച്ചത്. അതേസമയം ഇടതംഗങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി BJP അംഗങ്ങളും രംഗത്ത് വന്നു. വലിയ നാടകീയ രംഗങ്ങളിലേക്ക് പിന്നീട് ഇത് വഴിമാറുകയായിരുന്നു. വിജയകുമാരി ദളിത് വിരുദ്ധത കാണിച്ചിട്ടില്ലെന്നും ഈ ഉയരുന്ന ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണെന്നുമാണ് BJP അംഗം PS ഗോപകുമാർ പറഞ്ഞത്. അതിനിടെ വലിയൊരു ട്വിസ്റ്റ് കൂടി ഈ വിഷയത്തിൽ, ട്വിസ്റ്റല്ല, എന്താണോ ഈ വിഷയം അതിന്റെ അടിസ്ഥാന പ്രശ്നത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്ന മറ്റൊരു പ്രതികരണം കൂടി ഉണ്ടായി. വിജയകുമാരിയുടെ വീട്ടിൽ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നത് ദളിത് വ്യക്തിയാണെന്ന BJP സിൻഡിക്കേറ്റ് അംഗം TG വിനോദ് കുമാറിന്റെ ഒരു പരാമർശം അത് വലിയ വിവാദമായി മാറുകയും ചെയ്തു. കാരണം വിജയകുമാരിയെ ഒപ്പം നിൽത്താൻ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായി എന്ന രീതിയിൽ പറഞ്ഞ കാര്യമാണ്. അത് സ്വന്തം മനസ്സിലുള്ള യഥാർത്ഥ കാര്യം എങ്ങനെയാണോ ജാതീയത അവരുടെ മനസ്സിൽ ഉള്ളത് അത് പുറത്തു വരുന്ന തരത്തിലായിപ്പോയി. എന്തായാലും ആ പ്രതികരണം ഒന്ന് കാണാം. ജാതി ഉള്ളവര് ഏറ്റവും കൂടുതൽ ജാതി പറയുന്നത് അവരാണ്. കാരണം നിങ്ങൾക്ക് അറിയോന്നറിയില്ല, ടീച്ചർ പറയാൻ വഴിയില്ല. ഞാൻ അന്വേഷിച്ചോ, ഒരു കാര്യം പറയാം.
ടീച്ചറുടെ വീട്ടില് ടീച്ചർക്കും ടീച്ചറുടെ കുട്ടികൾക്കും ഭർത്താവിന് പോലും അന്നം വിളമ്പി കൊടുക്കുന്നത് ഒരു ദളിതാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? അപ്പൊ അങ്ങനെയുള്ള ഒരാളിനെയാണ് അധിക്ഷേപിക്കുന്നത്. അപ്പൊ ദളിതിന്റെ ഇതൊന്നും നമുക്ക് കേൾക്കണം. കണ്ടോ, ഉത്തരം കിട്ടുമ്പോ കുഞ്ഞിനെ കാട്ടെന്ന് പറയുന്ന ഇതാണ്. അപ്പൊ അതുകൊണ്ട് കാര്യമില്ല. അപ്പോ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നത് എന്തോ, അല്ലെങ്കിൽ ദളിത് ആളുകൾ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നത് എന്തോ ഔദാര്യം എന്ന നിലയിൽ ഇതിനെ ന്യായീകരിക്കാൻ പറഞ്ഞ കാര്യങ്ങളാണ് വലിയ വിവാദത്തിലേക്ക് വഴിവെച്ചത്. പക്ഷേ പിന്നീട് ഈ വലിയ രീതിയിൽ ഇത് വിവാദമായപ്പോൾ താൻ വിജയകുമാരി ടീച്ചർ ജാതി നോക്കിയതല്ല പെരുമാറുന്നതെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ആ സംഭവം ഉദാഹരിച്ചത് എന്ന് ഈ വിനോദ് കുമാർ പിന്നീട് അതിനെ വിശദീകരിക്കുകയുണ്ടായി. എന്തായാലും എന്താണ് അവരുടെയൊക്കെ മനസ്സിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്, എന്താണ് അവർ ഇതിനെക്കുറിച്ചൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്, അവരുടെ സ്വത്വം എന്താണ് എന്നത് പുറത്തു വരുന്ന പ്രതികരണമാണ് ഇന്ന് ആ പ്രതിഷേധത്തിനിടെ അവിടെ ഉണ്ടായത്. എന്തായാലും SFIയും വലിയ രീതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രതിഷേധവുമായി എത്തി. SFI നടത്തിയ മാർച്ചിൽ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലും സംഘർഷത്തിന്റെ വക്കോളമൊക്കെ കാര്യങ്ങൾ എത്തുന്നതും കാണാമായിരുന്നു. പോലീസ് ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർ സർവകലാശാലയ്ക്കുള്ളിൽ പ്രവേശിച്ചു. SFI സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് അടക്കമുള്ള പ്രവർത്തകർ സർവകലാശാലയ്ക്ക് മുന്നിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു. ഇതിനിടെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്ലക്കാർഡ് ഉയർത്തി പുറത്ത് പ്രതിഷേധിക്കുകയും ചെയ്തു. സർവകലാശാലയിലേക്ക് നടത്തിയ മാർച്ച് വലിയ രീതിയിലുള്ള സംഘർഷത്തിലാണ് അവസാനം കലാശിച്ചത്. സർവകലാശാലയ്ക്ക് അകത്തും പുറത്തുമൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങളെത്തി. പുലയന്മാർ സംസ്കൃതം പഠിക്കേണ്ടെന്ന് പറഞ്ഞ് പലതവണ തന്നെ ജാതീയമായി അധിക്ഷേപിച്ചെന്നും MAയും MEdും വിദ്യാഭ്യാസ യോഗ്യതയുള്ള തന്നെ സംസ്കൃതം എഴുതാനും വായിക്കാനും അറിയാത്തയാളെന്ന് ആക്ഷേപിച്ച് റിപ്പോർട്ട് നൽകിയെന്നും ഒക്കെ ചൂണ്ടിക്കാട്ടിയാണ് തന്റെ പ്രബന്ധം റദ്ദാക്കാനായി ഡീൻ കൂടിയായ വിജയകുമാരി നീങ്ങിയെന്ന് കാണിച്ച് വിപിൻ വിജയൻ പരാതി നൽകിയിരുന്നത്. ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നതായിരുന്നു വിപിൻ വിജയൻ ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. പുലയന്മാർ സംസ്കൃതം പഠിക്കേണ്ടെന്നും പുലയനും പറയനും വന്നതോടെ സംസ്കൃത ഭാഷയുടെ മഹിമ നശിച്ചുവെന്നും വിജയകുമാരി പറഞ്ഞതായാണ് ഈ പരാതിയിൽ പറയുന്നത്. വളരെ ഗൗരവമുള്ള പരാതിയാണ്. അതിനുശേഷവും ഇരുവരും മാധ്യമ ചർച്ചകളിൽ ഉൾപ്പെടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. വളരെ ഗൗരവമുള്ള ഒരു പരാതിയാണ് ഈ ഡീൻ ആയ വിജയകുമാരിക്കെതിരെ ഉയർത്തിയിരുന്നത്. അപ്പോൾ വിപിനെ പോലെയുള്ള മനുഷ്യർ, നീചജാതിക്കാർ എത്ര ശ്രമിച്ചാലും സംസ്കൃതം വഴങ്ങില്ല എന്ന ഒരു ബോധ്യമാണ് അവർക്കുള്ളത്. ആ രീതിയിൽ ആക്ഷേപിച്ചു എന്നതാണ് വിപിന്റെ പരാതിയിൽ പറയുന്നത്. എന്താണ് നടന്നതെന്ന് സംബന്ധിച്ച് അന്വേഷിച്ച് കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടതാണ്. എന്തായാലും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇത്രയും കൃത്യത ഉറപ്പുവരുത്താറുണ്ടോ? ഈ MEdും മറ്റുമൊക്കെ കഴിഞ്ഞ് PhDക്ക് എത്തിയ ഒരാളെയാണ് അയാൾക്ക് ഒന്നും അറിയില്ലാത്ത ആളായി ചിത്രീകരിക്കുന്നത്. അങ്ങനെ ആ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ നേടിയെത്തുന്ന ഒരാൾക്കൊന്നും അറിയില്ലെങ്കിൽ അത് നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. അതിൽ ജാതി വെച്ചല്ല അതിനെ കാണേണ്ടത്. മറ്റേതെങ്കിലും ജാതിയിൽപ്പെട്ട ആളുകൾക്കായിരുന്നെങ്കിൽ ഇത്തരം സമീപനങ്ങൾ നേരിടേണ്ടി വരുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം പല PhDകളും ഒക്കെ നമ്മൾ എങ്ങനെ കിട്ടി, അവരുടെയൊക്കെ യോഗ്യത എന്താണ് എന്നത് സംബന്ധിച്ചൊക്കെ ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ താഴെത്തട്ടിൽ നിന്ന് വരുന്ന ഒരാൾ സംസ്കൃതം പഠിക്കുന്നതിൻ്റെ, അതിൽ PhD എടുക്കുന്നതിൻ്റെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അത് മറനീക്കി പുറത്തു വരുന്നതാണ് കാണുന്നത്. എന്തായാലും ഇപ്പോഴും ഡീൻ വിജയകുമാരി അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. വിപിൻ എന്താണ് തനിക്ക് നേരിട്ടത് എന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പരാതി ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളുണ്ട്. കോടതി ഇടപെടലും ഇതുമായി ബന്ധപ്പെട്ട് ഡീൻ കോടതിയെ സമീപിച്ചതിന് ശേഷം കോടതി ഇടപെടലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. എന്തായാലും ആ വിദ്യാർത്ഥിക്ക് ഇങ്ങനെ ഒരു അധിക്ഷേപം നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതിൽ നീതി ഉറപ്പായും ലഭിക്കേണ്ടതുണ്ട്. പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം ഒരു സ്ഫോടനമുണ്ടായി. ഇസ്ലാമാബാദിലെ ജില്ലാ കോടതിക്ക് മുന്നിലാണ് ഒരു സ്ഫോടനമുണ്ടായത്. 12 പേരോളം മരിക്കുന്ന സ്ഫോടനമാണ് ഉണ്ടായത്. ഇന്ത്യയിൽ ഡൽഹിയിൽ സ്ഫോടനമുണ്ടായി. ഏതാണ്ട് 17 മണിക്കൂറിന്
ശേഷമാണ് പാകിസ്ഥാനിൽ ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടാകുന്നത്. ഇസ്ലാമാബാദിൽ ഈ അടുത്ത് നടക്കുന്ന വലിയൊരു സ്ഫോടനം തന്നെയായിരുന്നു അതിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന ഒരു ആരോപണം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. യാതൊരു തെളിവുമില്ലാതെയാണ് ഇന്ത്യക്ക് മേൽ പഴിചാരിക്കൊണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത്. അതിന് തക്കതായ മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതിൽ പ്രതികരിച്ചത്. സ്വന്തം പൗരന്മാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പാകിസ്ഥാന്റെ പതിവ് തന്ത്രമാണ് ഈ ആരോപണം എന്നതാണ് ഇന്ത്യ പരിഹാസ രൂപേണ പാകിസ്ഥാന് നൽകിയിട്ടുള്ള മറുപടി. അന്താരാഷ്ട്ര സമൂഹത്തിന് യാഥാർത്ഥ്യം അറിയാമെന്നും പാക് തന്ത്രങ്ങളിൽ ലോകരാജ്യങ്ങൾ വീഴില്ല എന്നുമാണ് വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ പരാമർശങ്ങളിലേക്ക് നയിച്ച സാഹചര്യം എന്നത് ഞാൻ സൂചിപ്പിച്ചതാണ്. ഈ സ്ഫോടനം ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമാണ് പാകിസ്ഥാനിൽ നടക്കുന്നത്. ഈ ചാവേർ ആക്രമണമാണ് അവിടെ ഉണ്ടായത്. ചാവേർ ഈ കോടതിക്കുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട്, വലിയൊരു ബ്ലാസ്റ്റിന് ശ്രമിക്കുന്നുണ്ട്, അത് നടക്കുന്നില്ല. പിന്നീട് ഒരു പോലീസ് വാഹനത്തിന് സമീപം ഈ കാർ ഇടിച്ച് വലിയ സ്ഫോടനം സൃഷ്ടിക്കുകയായിരുന്നു. ഒരു ചാവേർ ആക്രമണമാണെന്ന് വ്യക്തമാവുകയും പാക് താലിബാൻ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തു. നേരത്തെ ഖൈബർ പഖ്തൂൺഖ മേഖലയിലും പാക് താലിബാന്റെ ആക്രമണമുണ്ടായിരുന്നു. അവിടെ നിരന്തരം അത്തരം ആക്രമണങ്ങൾ നടന്നു വരുന്നതാണ്. പാകിസ്ഥാൻ അതിന് തിരിച്ചടിച്ചിരുന്നു. അതിന് ശേഷമാണ് ഈ ഇസ്ലാമാബാദിൽ ഈ ഒരു ചാവേർ ആക്രമണം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെ തുടർന്ന് പ്രസിഡന്റ് ആസിഫ് അലി സർദാരി അഫ്ഗാനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ചില പരാമർശങ്ങളാണ് നടത്തിയിരുന്നത്. പാകിസ്ഥാൻ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലാണ് എന്ന് ആസിഫ് അലി സർദാരി പറയുന്നു. അതിനുശേഷം പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇതുമായി ബന്ധപ്പെട്ട് യുദ്ധസമാനമായ സാഹചര്യമാണ് രാജ്യത്തുള്ളതെന്നും ഭീകരർക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്നും ഈ സമയത്ത് അഫ്ഗാനുമായി കൂടുതൽ സമാധാന ചർച്ചകൾ എന്നത് ആലോചിക്കുന്നില്ല, അത് സാധ്യമാകുമെന്ന് കരുതുന്നില്ല എന്നും പറഞ്ഞു. അപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി, ഒപ്പം തന്നെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവർ നടത്തിയത്. അതിൽ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് ഇന്ത്യയെ ഉന്നം വെച്ച് സംസാരിച്ചത്. ഇത് ഇന്ത്യയുടെ പിന്തുണയോടുകൂടി അഫ്ഗാൻ നടത്തുന്ന ആക്രമണമാണ് എന്ന നിലയിലാണ് ഷഹബാസ് ഷെരീഫിന്റെ പ്രതികരണം വന്നത്. അപ്പോൾ ഈ പ്രസ്താവനയ്ക്കാണ് ഇന്ത്യ ഇപ്പോൾ തക്കതായ മറുപടി നൽകിയിരിക്കുന്നത്. ഇന്ത്യ പറയുന്നത് ഇതിൽ ഷഹബാസ് ഷെരീഫിന്റെ ഈ ആരോപണം ഏതെങ്കിലും ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ല. ഒരു തെളിവും ഇല്ലാതെ ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിക്കുക എന്നതാണ് ഷഹബാസ് ഷെരീഫ് ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല, ഈ സ്ഫോടനം ഉണ്ടായി മണിക്കൂറുകൾക്കകം തന്നെ തെഹ്രീക്ക് താലിബാൻ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതാണ്. പാക് താലിബാൻ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതാണ്. അതിനുശേഷവും ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന നിലയിലേക്ക് പാക് പ്രധാനമന്ത്രി നീങ്ങിയതാണ് ഇന്ത്യയെ ചൊടിപ്പിച്ചിരിക്കുകയും ഇത്തരം ഒരു പരിഹാസ്യമായ പാകിസ്ഥാനെ പരിഹസിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടിയിലേക്ക് വിദേശകാര്യ മന്ത്രാലയ വക്താവ് എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ അവരുടെ മണ്ണിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിയായി ചിത്രീകരിക്കാനുള്ള ഒരു അവസരമാക്കി ആ ആക്രമണത്തെ മാറ്റുകയായിരുന്നു. അതാണ് ലോകം അത് വിശ്വസിക്കാൻ പോകുന്നില്ല എന്നത് ചൂണ്ടിക്കാട്ടി സ്വന്തം ജനങ്ങളെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന ഭരണാധികാരികളാണ് പാകിസ്ഥാനിലേത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ത്യ നൽകിയിരിക്കുന്ന മറുപടി. മാത്രമല്ല, ഈ വിഷയത്തിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഏതാണ്ട് 17 മണിക്കൂറിന്റെ വ്യത്യാസത്തിലാണ് ഇന്ത്യയിലും ഒപ്പം തന്നെ പാകിസ്ഥാനിലും സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത്. ഇതിൽ അമേരിക്കയുടെ ഒരു ഇരട്ടത്താപ്പ് കൂടി പുറത്തു വരികയാണ്. ചെങ്കോട്ടയിൽ കാർ ബോംബ് സ്ഫോടനം നടന്ന ഒരു ദിവസം വൈകിയാണ് ഇന്ത്യയിലെ US എംബസി അനുശോചനം രേഖപ്പെടുത്തിയത്. അതേസമയം ഈ പാകിസ്ഥാനിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ഈ ന്യൂഡൽഹി സ്ഫോടനത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കൊപ്പം തങ്ങളുടെ മനസ്സും പ്രാർത്ഥനയും ഉണ്ട് എന്നായിരുന്നു ഈ US എംബസിയുടെ എക്സിൽ ഉണ്ടായിരുന്ന പോസ്റ്റ്. അതേസമയം പാകിസ്ഥാന്റെ ഇസ്ലാമാബാദിൽ നടന്ന സ്ഫോടനത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ പാക് US എംബസി ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഒപ്പമുണ്ട് എന്ന് ഉറപ്പു നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഇന്ത്യയിൽ നടന്ന ആക്രമണത്തെ ഭീകരവാദമായി പറയാതെ പാകിസ്ഥാനിൽ നടന്ന ആക്രമണത്തെ ഭീകരവാദമായി ചിത്രീകരിക്കുകയും അതിൽ അവർക്കൊപ്പമുണ്ട് എന്നൊരു സന്ദേശം നൽകുകയുമാണ് ചെയ്തത്. അമേരിക്കയുടെ ഇന്ത്യൻ എംബസിയിൽ
ഈ സ്ഥാനപതി ഇന്നലെയാണ് ജോയിൻ ചെയ്തത്. അതിലൊരു ചെറിയ കാലതാമസം അതുകൊണ്ടായിരിക്കും ഈ അനുശോചന സന്ദേശം വരുന്നതിൽ ഉണ്ടായത് എന്ന് നമുക്ക് കരുതാം. പക്ഷേ അതിനപ്പുറം ഈ ഭീകരത രണ്ടിടത്തും ഉണ്ടായിട്ടുള്ളത് ഒരേ തരത്തിലുള്ള ഒരേ മോഡസ് ഓപ്പറാൻഡിയാണ് ഈ ആക്രമണങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ ഒരിടത്ത് മാത്രം ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ തങ്ങളൊപ്പമുണ്ട് എന്ന ഉറപ്പ് അമേരിക്ക നൽകുകയും ഇന്ത്യയിൽ നടന്ന സ്ഫോടനത്തിൽ ഇരകൾക്ക് അനുശോചനം രേഖപ്പെടുത്തുകയും മാത്രം ചെയ്ത ഒരു ഇരട്ടത്താപ്പ് ഇതിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പാകിസ്ഥാൻ ഇപ്പം ഉയർത്തിയ വാദങ്ങളുമായി ചേർത്ത് നിൽക്കുമ്പോൾ അതല്പം ഗൗരവമേറിയതുമാണ്. പക്ഷേ പാകിസ്ഥാൻ എന്താണോ പറഞ്ഞത്, തെളിവില്ലാതെ ഉന്നയിച്ച ആരോപണങ്ങളാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് മേൽ നടത്തിയിരിക്കുന്നത്. അതിന് ഇന്ത്യ ശക്തമായ ഭാഷയിൽ അല്പം പരിഹാസം കലർന്ന രീതിയിൽ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. BBC-യും ട്രംപും തമ്മിലുള്ള പോര് കൂടുതൽ കടുക്കുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. BBC-യെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ട്രംപ് എന്ന് ട്രംപ് സൂചിപ്പിക്കുന്നു. കാരണം നിയമ നടപടികളിലേക്ക് കടക്കും എന്ന സൂചനയാണ് ഇപ്പോൾ ട്രംപ് നൽകുന്നത്. ട്രംപിനെ കുറിച്ചുള്ള പരിപാടിയിൽ ട്രംപിന്റെ 2 സംഭാഷണങ്ങൾ മുറിച്ചെടുത്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സംപ്രേഷണം ചെയ്തു എന്നതാണ് വിഷയം. അതിൽ BBC കുറ്റം സമ്മതിച്ചിരുന്നതാണ്. അതിൽ ഉത്തരവാദിത്തപ്പെട്ട 2 പേർ രാജിവെക്കുകയും ചെയ്തിരുന്നതാണ്. അതിനുശേഷവും ട്രംപ് ഈ വിഷയത്തിൽ അയയുന്നില്ല എന്നതാണ് ഇപ്പോൾ വരുന്ന സൂചന. ഈ വിഷയത്തിലെ ട്രംപിന്റെ ആദ്യ പ്രതികരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഒരു അന്തർദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് തന്റെ നിലപാട് എന്താണ് എന്നത് വ്യക്തമാക്കുന്നത്. ഇതിൽ നിയമ നടപടികൾ തുടരും എന്ന സൂചനയാണ് ട്രംപ് നൽകുന്നത്. BBC-യുടെ ചരിത്രത്തിലെ തന്നെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതിന്റെ സൂചനകൾ കൂടിയാണ് ഇപ്പോൾ ഈ സംഭവങ്ങൾ ട്രംപിന്റെ പ്രതികരണം കൂടി വരുമ്പോൾ നൽകുന്നത്. BBC ചെയർപേഴ്സൺ സമീർ ഷാ എല്ലാ കുറ്റങ്ങളും ഏറ്റുപറഞ്ഞിരുന്നു. പാർലമെന്ററി ഉപസമിതിക്ക് മുൻപിൽ മാപ്പ് അപേക്ഷിച്ചിരുന്നു. നഷ്ടപരിഹാരവും മറ്റ് പരിഹാര നടപടികളുമില്ലാതെ പിന്നോട്ടില്ല എന്ന കനത്ത നിലപാടാണ് ട്രംപ് സ്വീകരിക്കുന്നത്. അദ്ദേഹത്തെ അനുകൂലിക്കുന്ന UK-യിലെ റിഫോം UK ഉൾപ്പെടെയുള്ള ബ്രിട്ടനിലെ രാഷ്ട്രീയ നേതൃത്വത്തിലെ ഒരു വിഭാഗവും ഇപ്പോൾ BBC-ക്കെതിരെ നിലപാട് കടുപ്പിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. കേസ് കൊടുക്കാൻ ബാധ്യതയുണ്ട് ഈ കാര്യത്തിൽ എന്നതാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ പ്രശ്നം ഉടനൊന്നും അവസാനിക്കില്ല എന്നതിന്റെ വലിയ സൂചനയാണ് ഇത് നൽകുന്നത്. അപ്പോൾ എന്നാണ് ഈ സംഭവം നടന്നതെന്ന് നോക്കിയാൽ നവംബർ 14-നകം, അപ്പോൾ ട്രംപ് ഈ കാര്യത്തിൽ പറയുന്നത് ഈ നവംബർ 14-നകം തന്റെ അപകീർത്തിക്കിടയാക്കിയ ഈ ഡോക്യുമെന്ററി പിൻവലിച്ചുകൊണ്ട് BBC മാപ്പപേക്ഷ നടത്തണം എന്നതാണ് ട്രംപ് പറഞ്ഞിരിക്കുന്ന. ട്രംപിന്റെ അഭിഭാഷകൻ BBC-ക്ക് അയച്ച കത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇത് പിൻവലിച്ച് ശരിയായ രീതിയിൽ എന്താണോ താൻ പറഞ്ഞത് അത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡോക്യുമെന്ററി സംപ്രേഷണം ചെയ്യണമെന്നൊരാവശ്യം കൂടി ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. $1 ബില്യൺ നഷ്ടപരിഹാരമായി നൽകണം എന്ന ഒരു കാര്യം ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ഏതാണ്ട് 8300 കോടി രൂപ വരുന്ന എമൗണ്ടാണ് നഷ്ടപരിഹാരമായി ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതൊരു വലിയ തുകയാണ്. അത് BBC-യെ സംബന്ധിച്ച് ട്രംപ് ആ ആവശ്യത്തിൽ ഉറച്ചു നിന്നാൽ വലിയ പ്രതിസന്ധി അത് സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലാത്ത പക്ഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾ തുടരും എന്നതാണ് ഈ ട്രംപിന്റെ അഭിഭാഷകൻ അയച്ചിരിക്കുന്ന കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ അഭിഭാഷകന്റെ കത്ത് BBC-ക്ക് ലഭിക്കുകയും BBC തന്നെ അക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുമുണ്ട്. ഈ ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയാൽ ജനുവരി 6-ന് ട്രംപ് നടത്തിയ ഒരു പ്രസംഗമാണ് ദൃശ്യങ്ങളിൽ മാറ്റം വരുത്തി BBC സംപ്രേഷണം ചെയ്തത്. ഇതേ തുടർന്ന് BBC തനിക്കെതിരെ വ്യാജ വാർത്ത നൽകിയെന്ന് ട്രംപ് ആരോപണം ഉന്നയിക്കുന്നു. കഴിഞ്ഞ ആഴ്ച വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് പ്രസ്താവനയിൽ ഇക്കാര്യം ആവർത്തിച്ചു. ആരോപണം പുറത്തുവന്നതിന് പുറമെ പ്രതിപക്ഷ നേതാവ് കെമി ബെയ്ഡ്നോക്കും മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസണും റിഫോം UK നേതാവ് നൈജൽ ഫറാജും അടക്കമുള്ള പ്രമുഖർ BBC-ക്കെതിരെ രംഗത്ത് വരുന്നതുകൂടി കണ്ടു. ഒടുക്കം അന്വേഷണങ്ങൾക്കൊടുവിൽ BBC തെറ്റ് സമ്മതിക്കുകയായിരുന്നു.
ഈ ഡോക്യുമെന്ററിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യത്യസ്ത വീഡിയോ എഡിറ്റ് ചെയ്ത് സംപ്രേഷണം ചെയ്ത് എന്ന കാര്യം BBC തന്നെ സമ്മതിക്കുകയാണ്. തെറ്റായ സന്ദേശം പ്രേക്ഷകരിൽ എത്തിച്ചത് BBCയുടെ വിശ്വാസ്യതയ്ക്ക് കളങ്കം ചാർത്തിയെന്നും BBC ചൂണ്ടിക്കാട്ടുകയും ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട 2 പേർ അത് ആ തെറ്റ് സമ്മതിക്കുകയും രാജിവെക്കുകയും ചെയ്ത സാഹചര്യവുമുണ്ടായി. BBC ഡയറക്ടർ ജനറൽ ടിം ഡേവിയും ന്യൂസ് ചീഫ് എക്സിക്യൂട്ടീവ് ഡെബോറ ടേർണസുമാണ് ഈ കുറ്റം സമ്മതിക്കുകയും ഇരുവരും വിവാദങ്ങൾക്കൊടുവിൽ രാജിവെക്കുകയും ചെയ്തത്. പക്ഷേ പ്രശ്നങ്ങൾ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇന്ന് വിടപറച്ചിൽ നടത്തുമ്പോൾ ടിം ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. BBCയെ ആർക്കെങ്കിലും ഭീഷണി ഉപയോഗിച്ച് അവരുടെ മറവിൽ നിർത്താൻ കഴിയില്ല എന്ന കാര്യമാണ് സൂചിപ്പിച്ചത്. പക്ഷേ അവർ തെറ്റ് സംഭവിച്ചു എന്ന കാര്യം അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം തങ്ങൾക്ക് മാത്രമാണ് എന്ന് സമ്മതിച്ചുകൊണ്ടാണ് ഇരുവരും BBCയിൽ നിന്ന് രാജിവെക്കുന്നത്. എന്നാൽ ഈ രാജിയിൽ കാര്യങ്ങൾ ഒതുങ്ങുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന വിശദീകരണം പാർലമെന്ററി കമ്മിറ്റിക്ക് മുന്നിൽ നൽകാൻ BBC ചെയർപേഴ്സൺ സമീർ ഷാ നിർബന്ധിതയായി. പിന്നീട് അദ്ദേഹത്തിന്റെ വിശദീകരണം വന്നതിന് പിന്നാലെ ഇപ്പോൾ കനത്ത തുക മാനനഷ്ടത്തിന് പരിഹാരമായി വേണമെന്ന് ട്രംപ് ആവശ്യമുന്നയിക്കുന്നു. ട്രംപിന്റെ ഈ ആവശ്യത്തിന് ശക്തമായ പിന്തുണ റിഫോം UK ഉൾപ്പെടെയുള്ളവർ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രിട്ടനിൽ UKയിൽ നിന്ന് തന്നെ വലിയ പിന്തുണ ഇതിന് ലഭിക്കുന്നു. രാഷ്ട്രീയമായി കൂടിയൊക്കെയുള്ള പിന്തുണ ലഭിക്കുന്നത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാനുള്ള ഒരു സാഹചര്യങ്ങളിലേക്ക് കൂടിയാണ് എത്തിക്കുന്നത്. ഇതിൽ എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തനിക്ക് കേസ് കൊടുക്കാനുള്ള എല്ലാ ബാധ്യതയും ഉണ്ട് എന്നതാണ് ട്രംപ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് തുടരും എന്ന സൂചനകൾ ട്രംപ് നൽകുന്നു. വലിയ ഒരു തുക നഷ്ടപരിഹാരമായി നൽകണം എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നു. അതിൽ എന്ത് നിലപാടുകളിലേക്ക് നടപടികളിലേക്ക് BBC ഇനി പോകുന്നു എന്നത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അവിടെ ആ രീതിയിൽ രാഷ്ട്രീയ സമ്മർദ്ദം കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. UK റിഫോംസും ഒക്കെ നിലപാട് കടുപ്പിക്കുന്ന ഘട്ടത്തിൽ അങ്ങനെയുള്ള ഒരു വലിയ പ്രതിസന്ധി BBC ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രംപ് ഒട്ടും പിന്നോട്ടില്ല എന്നത് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഭീഷണിക്ക് വഴങ്ങില്ല എന്നതിന്റെ സൂചനയാണ് രാജിവെച്ച ടിം ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ നൽകുന്നത്. BBC അതിന്റെ ശത്രുക്കളാൽ നിർവചിക്കപ്പെടില്ല, ശത്രുക്കൾക്ക് നിർവചിക്കാൻ കഴിയുന്ന സംവിധാനമല്ല BBC എന്നതാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ തെറ്റ് സംഭവിച്ചു എന്നത് അവർ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഒട്ടും പിന്നോട്ടില്ല എന്ന് ട്രംപ് പറയുമ്പോൾ തങ്ങളുടെ തെറ്റാണ്, പക്ഷേ അതുകൊണ്ട് ഞങ്ങളെ വരുതിയിൽ നിർത്താൻ കഴിയില്ല എന്നൊരു സൂചനയാണ് BBCയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബ്രിട്ടനും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ പോലും ഒരു പക്ഷേ വിള്ളൽ വീഴ്ത്തുന്ന തരത്തിലേക്ക് ഈ പ്രശ്നങ്ങൾ എത്തുമോ എന്ന ആശങ്ക കൂടി ഇപ്പോൾ ഇത് സജീവമാക്കിയിട്ടുണ്ട്. ഈ വീഡിയോ തെറ്റ് തിരുത്തി സംപ്രേഷണം ചെയ്യണം എന്നൊരാവശ്യം ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ട്രംപിന്റെ ആവശ്യങ്ങൾക്ക് 1300 കോടിയോളം രൂപ വരുന്ന നഷ്ടപരിഹാരം, മറ്റ് നിയമ നടപടികൾ എന്ന ഭീഷണി, ഇത് ആവർത്തിച്ച് ട്രംപ് പറയുന്നത് ഒരു ഭീഷണി എന്ന നിലയിൽ തന്നെയാണ്. പക്ഷേ അതിനോട് BBC എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടുന്നതാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ ട്രംപ് സംസാരിച്ച എന്താണോ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ഞാൻ നിയമ നടപടികൾ തുടരും എന്ന് ട്രംപ് സംസാരിച്ച ആ ഭാഗം ഒന്നുകൂടി കാണാം. Suing the BBC? Well, I guess I have to. Why not? Because they defrauded the public. And they've admitted it. They actually changed my January 6th speech, which was a beautiful speech, which was a very calming speech, and they made it sound radical. And they actually changed it. What they did was rather incredible. They're showing me the results later on, the results of what they did, how they butchered it up. But it was very dishonest. You are saying to our viewers that you will go forward and file a defamation lawsuit against the BBC. Well, I think I have an obligation to do it because you can't allow people to do that. അപ്പോൾ തനിക്ക് ഇതിൽ നിയമപരമായി മുന്നോട്ട് പോകേണ്ടുന്ന ബാധ്യതയുണ്ട് എന്ന് ട്രംപ് പറയുമ്പോൾ കൂടുതൽ നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപക്ഷേ ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളെ കൂടി ബാധിക്കുന്ന തരത്തിലേക്ക് അക്കാര്യങ്ങൾ. വീണ്ടും സ്വാഗതം. ഇനി നമുക്ക് സായിന്റെ സവാരി കാണാം.
അരുവി കുട്ടവഞ്ചി സഞ്ചാര കേന്ദ്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വളരെ മനോഹരമായ കാഴ്ചകളാണ്. അവിടെ സ്വദേശികളും വിദേശികളും ഉൾപ്പെടെയുള്ളവർ ഈ കുട്ടവഞ്ചി സവാരിക്കായി അവിടേക്ക് എത്താറുണ്ട്. വനംവകുപ്പിന് ഇപ്പോൾ അത്യാവശ്യം തിരക്കുള്ളത് കൊണ്ട് തന്നെ നല്ല വരുമാനവും ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കുട്ടവഞ്ചി സവാരിയും അവിടുത്തെ കാഴ്ചകളും കണ്ടതിന് ശേഷം തിരിച്ചെത്താം. കല്ലാറിന്റെ ഓളപ്പരപ്പിലൂടെയുള്ള കുട്ടവഞ്ചി സവാരി ആരെയും ആകർഷിക്കുന്നതാണ്. പ്രകൃതിയുടെ മനോഹര ദൃശ്യങ്ങൾ ആസ്വദിച്ചുള്ള യാത്രയാണ് സഞ്ചാരികളെ ഇവിടേക്ക് എത്തിക്കുന്നത്. സ്വദേശികളും വിദേശികളുമായ നിരവധി സഞ്ചാരികളാണ് ഓരോ ദിവസവും കുട്ടവഞ്ചി സവാരിക്കായി എത്തുന്നത്. കാടിന്റെ ഭംഗി ആസ്വദിച്ചുള്ള കുട്ടവഞ്ചി സവാരി പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അനുഭവമാണ്. ഭാഗ്യമുണ്ടെങ്കിൽ വന്യമൃഗങ്ങളെയും സവാരിക്കിടയിൽ അടുത്ത് കാണാൻ കഴിയും. സവാരി നല്ലതായിരുന്നു. വെള്ളത്തിൽ കൂടെയുള്ള നല്ലൊരു രസമായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു. നല്ലൊരു അനുഭവമായിരുന്നു. ഇനി വരുമോ? പിന്നെ എപ്പോഴും വരും. 4 പേരടങ്ങുന്ന കുട്ടവഞ്ചി സവാരിക്ക് 600 രൂപയാണ് നൽകേണ്ടത്. അവധി ദിവസങ്ങളിൽ ആണ് സഞ്ചാരികൾ കൂടുതലായി ഇങ്ങോട്ടെത്തുന്നത്. ഇവിടുത്തെ റോഡും പിന്നെ ഈ ലാൻഡ്സ്കേപ്പും എല്ലാം നമ്മൾ ഒരു വനത്തിൽ പോകുന്ന അതേ പ്രതീതിയാണ്. അപ്പം ചിലപ്പോൾ നമ്മൾ സിറ്റി ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത പല കാര്യങ്ങളും നമ്മൾ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യും. ഇവിടെ അതിനുള്ള ഒരു ട്രാങ്ക്വിലിറ്റി ഉണ്ട്. പിന്നെ പറയുവാണെങ്കിൽ ഈ പ്രദേശത്തിലുള്ള ആൾക്കാർക്ക് പോലും ഇങ്ങനെയുള്ള ഒരു എന്തോ കാര്യം ഉണ്ടെന്ന് അറിയില്ല. സുരക്ഷിതമായ യാത്രയാണ് സവാരി കേന്ദ്രത്തിൽ വനംവകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കോന്നി ആനക്കൂട്ടിലെത്തുന്ന സഞ്ചാരികളാണ് കുട്ടവഞ്ചി സവാരിക്കായി കൂടുതലും എത്തുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. ഇപ്പോൾ വനത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് യാത്ര നടത്താൻ പറ്റുന്ന ഒരിടമാണ് ഈ കോന്നിയിലെ കുട്ടവഞ്ചി സവാരി കേന്ദ്രം. 600 രൂപ, 4 പേര് പോകുമ്പോൾ 600 രൂപ ആണ് ചെലവ് വരിക. പക്ഷേ സുരക്ഷിതമായി നമുക്ക് വനമൊക്കെ കണ്ട് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഈ കുട്ടവഞ്ചി സവാരി നടത്തി തിരിച്ചെത്താമെന്നതാണ് അവിടുത്തെ പ്രത്യേകത. എന്തായാലും കുറേ അധികം പേർ ഇപ്പോൾ കൂടുതലായി അവിടേക്ക് എത്തുന്നുണ്ട് എന്നൊരു സാഹചര്യം കൂടിയാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. സുരക്ഷിതമായ സമയവും സന്ദർഭവും നോക്കി പ്രേക്ഷകർക്ക് ഒരു ദിവസം ചെലവഴിക്കാൻ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരിടമാണ് അത്. എന്തായാലും ഇന്നത്തെ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. നമുക്ക് നേരം വൈകുന്നേരത്തിൽ ഇനി നാളെ കാണാം. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. ബൈ.